മലയാളികളെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു പരാതിയാണ്. സുഖമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്ന ചില ഒഴുക്കൻ മട്ടിലുള്ള ആൻസറുകൾ. ഒരു പരിധിവരെ അതുതന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചുറ്റിലുള്ളവർ ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല, പകരം നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവരല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അധപതനം കണ്ട് സന്തോഷിക്കാനായിട്ട്, നമ്മൾ കുറച്ചൊക്കെ പ്രശ്നത്തിലാണെന്ന് കാണുമ്പോൾ ഒന്ന് സ്വയം ആശ്വസിക്കാനായിട്ട് കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൻസറുകളായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്യൻസിനോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ എന്നുള്ള ഒരു ഉത്തരമേ അവർക്കുള്ളൂ. നമ്മുടെ പോലെ ഇലയിലും മുള്ളിലും തട്ടാതെയുള്ള അത്തരത്തിലുള്ള ആൻസറുകൾ അവിടെ കാണാറില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് കേൾക്കുമ്പോൾ മനസ്സിന് ആനന്ദം പകരുന്ന ഇത്തരത്തിലുള്ള ചില നമ്മുടെ മലയാളികളുടേതായ ശൈലിയിലുള്ള ആൻസറുകളായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായി പോകുന്നു, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയെല്ലാം വളരെ നന്നായി പോകുന്നു, ഇപ്പം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലാണ് നമ്മളുള്ളതെന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിക്ക് വളരെ അസ്വസ്ഥതയായി. അവരുടെ മനസ്സിൽ പല വിധത്തിലുള്ള അസൂയയും ദേഷ്യവും മറ്റു പല വികാരങ്ങളൊക്കെ ഉടലെടുക്കാൻ അത് കാരണമാകും. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു, ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു ചെറിയൊരു നിരാശ കലർത്തിയ ഒരു ആൻസറാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു പരിധിവരെ ഒരു ആശ്വാസമാണ്. ഇവനും ചില പ്രശ്നത്തിലൊക്കെയാണ്, ഞാൻ മാത്രമല്ല പ്രശ്നത്തിലുള്ളത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പൊതുവെയുള്ള ഒരു നാട്ടുനടപ്പനുസരിച്ച് എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു സ്വയം ആശ്വസിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മലയാള ചൊവ്വയുള്ള മലയാള തനിമയുള്ള ആൻസറുകൾ പറയുന്നതായിരിക്കും ഒരു പരിധിവരെ കേൾക്കുന്നവർക്കും നമുക്കും നല്ലത്. എല്ലാവർക്കും ആഗ്രഹം മനസ്സമാധാനവും സ്വസ്ഥതയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൻസറുകൾ കൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.